വീട്ടിലെയും സ്ത്രീകൾ ചേർന്ന് അന്നന്നത്തെ കാണുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കും. ഓരോ നാളും ഓരോ വീട്ടിലാണ് അവർ കൂടാറ്. താൻ വന്നതിൽ പിന്നെ ഈ വീട്ടിൽ കൂടിയിട്ടില്ല എന്നവൾ ഓർത്തു. ഇതെങ്ങോട്ടാ ഹരിയേട്ടാ? ദാവണി ഷോളിൽ കൈ തുവർത്തി ഹാളിലേക്ക് വരുമ്പോൾ ഹരി ഷർട്ടിൻ്റെ ബട്ടണുമിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ടൗൺ വരെ വേഗം വരാട്ടോ. കൈ മടക്കി അവൻ പറയെ ഗൗരി തലയാട്ടി. മുന്നോട്ട് നടക്കാനാഞ്ഞവൻ ഒന്ന് നിന്ന് ചുറ്റുമൊന്ന് നോക്കി. അമ്മ അടുക്കളയിലാണ്, ഹീതു ബാത്റൂമിലും. സംശയത്തോടെ അവനെ നോക്കുമ്പോഴേക്കും അവളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് കയറിയിരുന്നു ഹരി. പെട്ടെന്നുണ്ടായ നീക്കത്തിൽ ആകെ ഞെട്ടിപ്പോയി അവൾ. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു നിന്നു. ഹോ, പേടിച്ചോ കൊച്ചേ? വാതിലടച്ച് അവളെ അതിലേക്ക് ചേർത്ത് നിർത്തി അവൻ ചോദിക്കെ ഗൗരി കൂർപ്പിച്ചു നോക്കി. എൻ്റെ നല്ല ജീവനങ്ങ് പോയി. ആണോ? അത് കുഴപ്പമില്ല, എനിക്ക് സ്നേഹിക്കാൻ തോന്നിയിട്ടല്ലേ? അവളെ ഇടുപ്പിലൂടെ ചേർത്ത് വല്ലാത്തൊരു ഭാവത്തോടെ ഹരി പറയെ ഗൗരിയുടെ കണ്ണുകൾ പിടഞ്ഞുപോയി. ആ കണ്ണുകളിൽ ഭാവം വല്ലാതെ തളർത്തുന്നു. വല്ലാത്തൊരാശ്വാസം തോന്നി അവന്. ഈ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ലോകം മൊത്തം ഈ ഒരുവളിലേക്ക് ഒതുങ്ങിയതുപോലെ. അതെ, തൻ്റെ ലോകം തന്നെ ഇവളിലാണ്. വീണ്ടും വീണ്ടും അവളെ ഇറുക്കെ ശ്വാസം മുട്ടി ചത്തുപോകുമോ എന്ന് ഭയന്നുപോയി ഗൗരി. പക്ഷേ അവനിൽ നിന്നൊരു മോചനം അതും അവളും ആഗ്രഹിക്കുന്നില്ല. ഈ ജീവിതം മുഴുവനും ഈ ഒരുവനിൽ മാത്രം ഒതുങ്ങണം. ഈ ചൂടിൽ പതുങ്ങി അവൻ്റെ പ്രണയത്തിലൊരുകി ഒടുവിൽ ഈ ഒരുവനിലേക്ക് തന്നെ മരിച്ചു വീഴണം. അതുമതി എനിക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കൈകൾ അവനിൽ മുറുകി. ഹരിയേട്ടാ. നേരത്തെ അവളുടെ വിളി കേൾക്കെ ഹരി കണ്ണുകൾ തുറന്ന് മെല്ലെ അവളെ അടർത്തി. രണ്ട് കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു, ചുണ്ടിൽ പുഞ്ചിരിയും. എന്താ കുഞ്ഞി? എനിക്ക് ഒരുപാട് ഇഷ്ടം. അവളുടെ ചുണ്ടു വിതുമ്പി. എനിക്കറിയാലോ, എൻ്റെ ജീവന്. അതും അറിയാലോ. ചിരിയോടെ അവളുടെ കവളിൽ മെല്ലെ തലോടി വിട്ടതും ഗൗരിയുടെ ചുണ്ട് കോർത്തു. അവൻ്റെ തോളിൽ പിടിച്ച് വിരലുകുത്തി ഉയർന്നവൾ അവൻ്റെ മൂക്കിൻ തുമ്പിൽ മുത്തിയതും ഞെട്ടിപ്പോയത് ഹരിയാണ്. ഒരു നിമിഷം അവൻ്റെ നിശ്വാസം നിന്നുപോയി. കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. മെല്ലെ അവിടുന്ന് ചുണ്ടിഴച്ച് അവൻ്റെ മീശയിൽ ചുണ്ടമർത്തിയതും ഹരി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ഒരു നിമിഷം രണ്ടാളുടെയും നിശ്വാസം കലർന്നു. നെഞ്ചിടിച്ചു ചാടി. കൈകൾ തമ്മിൽ മുറുകി. ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഗൗരിയുടെ ഇളം ചുണ്ട് ഹരിയുടെ കീഴ്ചുണ്ടിൽ പതിഞ്ഞിരുന്നു. അവൻ്റെ ശരീരത്തിന് ചൂടേറിപ്പോയി. ഹൃദയം പൊള്ളിപ്പിടഞ്ഞു. മെല്ലെ വളരെ പതിഞ്ഞ് അവൻ്റെ കീഴ്ചുണ്ടിനെ നാവുകൊണ്ട് ഒന്ന് തൊട്ടു നോക്കി ഗൗരി. വല്ലാത്തൊരു വിറയൽ അവനിൽ നിന്ന് ശരീരത്തിലേക്ക് പടന്നു കയറിയത് അവൾ അറിഞ്ഞു. പക്ഷേ പിന്മാറിയില്ല. ആ നിമിഷം എങ്ങനെയൊക്കെയോ അവനെ പ്രണയിച്ചു തളർത്തണമെന്ന് മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും അവനിൽ അടിമപ്പെട്ടിരുന്നു ഗൗരി. ഹരിയുടെ കൈകൾ ഇടുപ്പിൽ നിന്നും മേലേക്ക് ഇഴയുന്നതറിഞ്ഞവൾ അവൻ്റെ ചുണ്ടിനെ തൻ്റെ ഇരു ചുണ്ടിനാലും ഇറുക്കിയതും ഹരി മാറിലൂടെ അവളുടെ പിൻകഴുത്തിലേക്ക് സഞ്ചാരപാത തീർത്തു. നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അവനിൽ നിന്ന് അകലാനും അവളെ അകറ്റാനും രണ്ടാളും ഒരുക്കമല്ലായിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് ഹീതുവിൻ്റെ ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ അവനിൽ നിന്ന് ചുണ്ട് മോചിപ്പിച്ച് നേരെ നിന്നുപോയി ഗൗരി. പക്ഷേ അവളെ അകറ്റാൻ ഇഷ്ടമല്ലാത്തതുപോലെ അവളുടെ മുടിയിൽ പിടിച്ച് തല ഉയർത്തി അവളുടെ ചുണ്ടുകളെ വിഴുങ്ങിയിരുന്നു ഹരി. ഒരു നിമിഷം തന്നെ ഗൗരി അവനെ ഇറുക്കപ്പുണർന്നു. എത്ര മുറുക്കം പറ്റുമോ അത്രയും മുറുക്കത്തോടെ. ആ നിമിഷം രണ്ടാളിലും ഭ്രാന്തമായ പ്രണയം മാത്രമായിരുന്നു ശരീരത്തിലൂടെ ഒഴുകിയിരുന്നത്. ഒരു പൂവിൽ നിന്നും തേനിനെ നുകർന്നെടുക്കുന്ന പൂമ്പാറ്റയെ പോലെ അവളിലെ മധുരത്തെ നുകർന്നെടുത്തു ഹരി. എത്ര വന്യമായി സാധിക്കുന്നുവോ അത്രയും. അവളെ നോവിക്കാതെ എന്നാൽ ഭ്രാന്തമായി തന്നെ ഹരി അവളെ ചുംബിച്ചു തളർത്തി. ഗൗരി ആകെ കുഴഞ്ഞു പോയിരുന്നു. അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയിൽ ശരീരം ഭാരമില്ലാതെ പറന്നുയരുന്നത് പോലെ അവൾ ഹരിയെ മുറുക്ക പിടിച്ചു നിന്നുപോയി. ഇടയിലെപ്പോഴോ നെഞ്ചിലാഞ്ഞു തള്ളിക്കൊണ്ട് കുതിർന്നവളെ അറിയെ ഹരി മെല്ലെ ആ ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് അവളെ കതകിലേക്ക് ചേർത്ത് നിർത്തി. ഇരുവരും ഒരുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇരുഹൃദയങ്ങളുടെയും പിടപ്പ് ആ മുറിയിലാകെ ഉയർന്നു. കുഞ്ഞേ. ഗൗരിയുടെ കീഴ്ചുണ്ട് തുടച്ചുകൊണ്ട് ഹരി വിളിക്കെ ചുവന്നു കയറിയ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. ആ വിടർന്ന കണ്ണുകളിലെ ഞരമ്പുകൾ തെളിഞ്ഞു കിടക്കുന്നത് കാണെ ഹരിയുടെ ചുണ്ടുകളൊന്ന് വിരിഞ്ഞു. മെല്ലെ അവളുടെ വലത്തേ കണ്ണിൽ ചുണ്ടു ചേർത്തൊന്ന് തഴുകിയവൻ. ആ സുഖാനുഭൂതിയിൽ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയവൾക്ക്. തളർന്ന പെണ്ണെ. മുടികൾ ഒതുക്കി ഹരി അവളെ നെഞ്ചിലേക്ക് ചേർക്കെ ഗൗരി ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൾക്ക് എന്തോ അവനെ നോക്കാൻ വല്ലാത്ത നാണം തോന്നി. ഹോ, നാണമാണോ എൻ്റെ പെണ്ണിന്? നോക്കട്ടെ ഹരിയേട്ടൻ. ഷടാ, ഒന്ന് നോക്കണ്ട വച്ചേ. ചിരിയോടെ ആ മുഖം പിടിച്ചുയർത്തി അവൻ കണ്ണിമ വെട്ടാതെ അവളെ
ഗൗരി ആകെ ചൂളിപ്പോയി. ഹൃദയത്തിൽ ആഴ്ന്നു പോകുന്ന അവൻ്റെ നോട്ടം താൻ മുഴുവനായും ചുവന്നു കയറുന്നത് അവൾ അറിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് കിസ്? മൂക്കിൻ തുമ്പിൽ മെല്ലെ വിരൽ കൊണ്ട് തഴുകി കുസൃതി ചിരിയോടെ അവൻ അവളെ നോക്കെ ഗൗരിയുടെ കണ്ണ് പിടഞ്ഞു പാഞ്ഞു. ഇഷ്ടമായോ? വീണ്ടും അവൻ്റെ കുസൃതി ചിരി. ഗൗരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശ്വാസമൊന്ന് വിടാൻ തോന്നിപ്പോയി. അത്രയ്ക്കും അവൻ്റെ ഭാവത്തിൽ തളർന്നു പോയിരുന്നു അവൾ. ഇഷ്ടമായില്ലേ ഹരിയേട്ടാ? വിറയലോടെ വിളിച്ചു പോയവൾ. ഹരി ചിരിച്ചുപോയി. ഇങ്ങനെയൊരു പെണ്ണ്. അവളുടെ പിടച്ചിൽ മനസ്സിലാക്കിയെന്ന പോലെ അവൻ ഗൗരിയെ വിട്ടുമാറി നിന്നതും പെണ്ണ് ഡോറിലേക്ക് ചാരി നിന്ന് അവനെ തലയുയർത്തി നോക്കി. ആ നോട്ടം ആ നെഞ്ചിലേക്ക് തുളഞ്ഞതുപോലെ തോന്നിപ്പോയി ഹരിക്ക്. അത്രയും വശ്യത, അത്രയും പ്രണയം. പോന്നില്ലേ? അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളോട് നെഞ്ചിൽ കൈ പിണച്ചുകൊണ്ട് ടേബിളിൽ ചാരി നിന്നവൻ തിരക്കി. ഗൗരിയുടെ ചുണ്ട് കോർത്തു. പോവാ. ചുണ്ടുകൂട്ടി അഴിഞ്ഞുപോയ മുടി കെട്ടിക്കൊണ്ട് അവനെ ഒളികണ്ണാളെ നോക്കിയവൾ. അവനെ വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹമില്ല. ആ നെഞ്ചിൽ പറ്റിയിരിക്കാൻ തോന്നുന്നുമുണ്ട്. ആ ചൂടിൽ ഒതുങ്ങിപ്പോവാൻ കൊതിക്കുന്നുണ്ട്. പക്ഷേ ചേർന്ന് നിൽക്കാനും വയ്യ. അപ്പോഴേക്കും നെഞ്ചൊക്കെ പിടച്ചു കയറും. കയ്യും കാലും വിറകൊള്ളും. എന്തിന് മരിച്ചു പോകുന്നത് പോലെ തോന്നും. മുടി പിന്നെ ക്ലിപ്പുമിട്ട് ദാവടി നേരെയാക്കി ഗൗരി അവനെ നോക്കി. ഇപ്പോഴും നോട്ടം അവളിൽ മാത്രമാണ്. കണ്ണുകളിൽ കുസൃതിയും ചുണ്ടിൽ കള്ളച്ചിരിയും. എന്താടി? അവൻ ചോദിച്ചുകൊണ്ട് മീശത്തുമ്പ് കടിച്ച് ചിരിയടക്കി. ഒന്നുമില്ല. രാത്രി വരുമ്പോൾ എനിക്ക് കിൻഡർ ജോയ് കൊണ്ടുവരണം. ഇല്ലേ അപ്പം കാണാം. കൈയെത്തിച്ച് അവൻ്റെ കയ്യിലെ രോമത്തിൽ പിടിച്ചു വലിച്ച് പെണ്ണ് പറഞ്ഞതും ഹരിയ കയ്യിൽ പിടിച്ച് അവളെ നെഞ്ചിലേക്കിട്ടു. പോവാൻ ഒട്ടും മനസ്സില്ല അല്ലേ? പിന്നെ എന്തിനാടി വിറയൽ? സ്വകാര്യം പോലെ കളിയാക്കി ചോദിച്ചവൻ. അവനത് മനസ്സിലാക്കിയോ എന്ന പോലെ ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയെന്ന് ചിരിച്ചു. കിൻഡർ ജോയ് കൊണ്ടുവരാട്ടോ. പകരം എനിക്കല്പം തേൻ തന്നാൽ മതി. ദേ ഈ ഇതളിലെ തേൻ. സ്വരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്ന് വിരലിനാൽ തഴുകി വിട്ടതും ഗൗരി വിറയലോടെ അവനെ നോക്കി. നല്ല ടേസ്റ്റിയാണ്. നുണഞ്ഞെടുക്കാൻ തോന്നിപ്പിക്കുന്ന മധുരം. അഡിക്റ്റായെന്ന കൊച്ചാ തോന്നുന്നേ. ഇനി ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. എന്തൊക്കെ ഹരിയായിട്ട് പറയുന്നേ? വഷളൻ. നാണത്താൽ അവനെ തള്ളി മാറ്റി പറയേ അവനെ ഒന്ന് നോക്കാൻ അവൾ നന്നേ പാടുപെട്ടുപോയി. ഇത് പറയുമ്പോൾ വഷളത്തരം. അവ പ്രവർത്തിച്ച് കാണിക്കട്ടെ. ചിരിയോടെ അവളുടെ കയ്യിൽ പിടിക്കാൻ ഞാനിതും പുറകിലേക്ക് ആഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഗൗരി. വാതിലിനു പുറത്തായി നിൽക്കുന്നവളെ കൂർപ്പിച്ചു നോക്കിയവൻ. അകത്തേക്ക് കയറുവണ്ണേ. മെല്ലെ ചുണ്ടനക്കി കെഞ്ചിപ്പറയെ ഗൗരി ഇല്ലെന്ന് തലയാട്ടി ഒന്നുകൂടി പുറകിലേക്ക് നടന്നു. ഒരു മുത്തം എന്നിട്ട് വിടാം. പൊന്നല്ലേ, വാ. ഇല്ല. ഗൗരി ചിരിയടക്കി ദയനീയമായി നോക്കുന്നവനെ നോക്കി. അവൻ പോയില്ലേ ഗൗരി? നേരത്തെ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടല്ലോ. അമ്മ ഹാളിലേക്ക് കയറി വന്നതും ഗൗരി പിടച്ചിലോടെ തിരിഞ്ഞു നിന്നു. ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ഞാൻ ഇറങ്ങും അമ്മേ. അമ്മയുടെ ശബ്ദം കേട്ടതും വേഗം തന്നെ ഷർട്ട് നേരെയാക്കി ഗൗരിയെ ഒന്ന് നോക്കി അമ്മയോട് പറഞ്ഞവൻ ഇറങ്ങിയതും ഗൗരിയും പുറകിൽ നടന്നു. ബൈക്കിലേക്ക് കയറുമ്പോൾ ഹരി കണ്ടിരുന്നു തൂണിലും ചാരി പുഞ്ചിരിയോടെ നിൽക്കുന്ന പെണ്ണിനെ. അവൻ തലചരിച്ച് ചുണ്ടുകൊട്ടി ഉമ്മ കൊടുത്തതും ഒരു നിമിഷം കൊണ്ട് പെണ്ണിൻ്റെ മുഖത്ത് പതർച്ചയും നാണവും വിരിയുന്നത് ഹരി കൗതുകത്തോടെ നോക്കി. നേരത്തെ വരാം വിളിച്ചു പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ മുന്നോട്ടെടുത്തു. അപ്പോഴും പെണ്ണ് അതേ നിൽപ്പാണ്. ചുണ്ടിലെ പുഞ്ചിരിക്ക് വല്ലാത്ത ഭംഗിയും. ഹരിക്ക് നെഞ്ചിൽ സന്തോഷമിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് പോലെ തോന്നിപ്പോയി. അമ്മ അറിഞ്ഞില്ലേ? ആ തെമ്മാടിച്ചക്കൻ്റെ കടയിൽ നല്ല കച്ചവടമാണെന്ന്. ഇങ്ങനെ പോയാൽ അവൻ വാനോളം വഴന്ന് നോക്കി നിൽക്കേണ്ടി വരും. ഈ തറവാടിൻ്റെ പേര് കളഞ്ഞു കുടിച്ചതൊന്നും അത്ര പെട്ടെന്ന് മറക്കരുതമ്മേ. വിശ്വ ഷർട്ടൂരി അസ്വസ്ഥതയോടെ സോഫയിലേക്ക് ഇരുന്നു. രാജേശ്വരി മകനെ ഒന്ന് നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ വിശ്വ? എന്താന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യ. ഉച്ചോടെ മുടിപ്പിക്കണമെന്നായേ. അങ്ങനെ ഇവിടുത്തെ പെണ്ണിയും കിട്ടി അവനങ്ങ് സുഖത്തോടെ ജീവിക്കണ്ട. അവളും. രണ്ടാൾക്കും ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ വിശ്വ? രാജേശ്വരി വല്ലാത്ത ചിരിയോടെ മകനെ നോക്കെ അയാളുടെ മുഖത്തും പുച്ഛം നിറഞ്ഞു. കൊല്ലണോ അമ്മേ? വേണ്ട. അവൻ നരകിച്ച് ജീവിക്കുമ്പോൾ ഒന്ന് കാണാൻ പോലും കഴിയാതെ അവൾ ഇവിടെ ഉണ്ടാവണം. ആ അവസ്ഥയിലാക്കിയാൽ മതി. വിശ്വ മനസ്സിലായതുപോലെ തലയാട്ടിയതും രാജേശ്വരി സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ചെവിയിൽ നാട്ടുകാരുടെ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കാനിടയായ ഓരോ കളിയാക്കലുകൾ നിറഞ്ഞു. അവർക്ക് ഹരിയോട് വല്ലാത്ത പക തോന്നി. ഗൗരിയോടും. 8 മണിയാകുമ്പോഴേക്കും ഹരി വന്നിരുന്നു.
അമ്മയുടെ കൂടെ സീരിയൽ കണ്ടിരുന്നവൾ ബൈക്കിന്റെ വെളിച്ചം കാണെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇത് ഒരുപാടുണ്ടല്ലോ ഹരിയേട്ടാ. അവന്റെ കയ്യിലെ കവർ പകുതി വാങ്ങി അവൾ അവന്റെ കയ്യിൽ ബാക്കിയുള്ളതിലേക്ക് നോക്കി തിരക്കി. ഇവിടെ ഇല്ലാത്തതൊക്കെ കടയിൽ നിന്ന് എടുത്തു. ഇതിപ്പോൾ ഫ്രീ ആണല്ലോ, എന്ത് വേണേ എടുക്കാമല്ലോ. ഓ, മുതലാളിയുടെ അഹങ്കാരം. ഗൗരി ചുണ്ടുകൂട്ടിയതും ഹരി മീശത്തുമ്പ് കടിച്ച് ചിരിയടക്കി അവളെ നോക്കി. കുളിച്ച് സുന്ദരി കൊച്ചായി നിൽക്കുന്ന പെണ്ണിനെ കാണെ അവന് വല്ലാത്ത കൊതി തോന്നി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എൻ്റെ ദേവി. ഒരു നിമിഷം അവളെ നോക്കി, പിന്നെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് കവറൊക്കെ മേശയിൽ വെച്ചവൻ മുറിയിലേക്ക് കയറി. അകത്തേക്ക് കയറുന്നവൻ്റെ കയ്യിൽ എന്തോ ഒരു പൊതി ഗൗരി കണ്ടിരുന്നു. ദേ ഏട്ടത്തി, ചിപ്സ്, ബിസ്ക്കറ്റ്, കേക്ക്, മാഗി, ഇതെല്ലാം ഉണ്ടല്ലോ. ഈ ഏട്ടന് ഇത് എന്തു പറ്റി? ഹീതു ഓരോ കവർ പൊട്ടിച്ചു നോക്കുവാണ്. എല്ലാം നിനക്കാ, വയറ് നിറച്ച് കഴിച്ചോ. അപ്പോൾ ഏട്ടത്തിക്കോ? ഹീതു സംശയത്തോടെ അവളെ നോക്കിപ്പോയി. ഞാനും എടുക്കാൻ വേണേ. കുറച്ച് ചിപ്സ് എടുത്ത് ബൗളിലിട്ട് ഹീതു പഠിക്കാൻ പോയതും ഗൗരി പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. എല്ലാം അതാത് സ്ഥലത്ത് വെച്ച് ഹാളിലേക്ക് വരുമ്പോൾ ഹരി അപ്പോഴും മുറിയിൽ തന്നെയായിരുന്നു. കൈ ദാവണി ഷോളിൽ തുടച്ച് മുറിയിലേക്ക് കയറിയതും ആൾ ഫോണിൽ മിണ്ടി ജനാലോരത്താണ്. അവൻ ഊരി അലസമായി എറിഞ്ഞ ഷർട്ട് ബിന്നിലെടുത്തിട്ടു. കൂടെ അവൻ്റെ പേഴ്സ് മേശവലിപ്പിലെടുത്ത് വെക്കുമ്പോൾ ഹരി ഫോൺ വെച്ച് വന്നിരുന്നു. കഴിക്കാൻ എടുക്കട്ടെ ഹരിയേട്ടാ? വേണ്ട, കടിച്ചെടുത്താൽ പോരെ. അവൻ്റെ കുസൃതി നിറഞ്ഞ സ്വരം കേട്ടതും ഗൗരി തിരിഞ്ഞവനെ കൂർപ്പിച്ചു നോക്കി. വഷളനോ? മുഴുവനും വഷളത്രയാ കയ്യിൽ. അതിനെന്താ, എൻ്റെ പെണ്ണിനോടല്ലേ. അവളിലേക്ക് നടന്നടുത്തവൻ പറയെ ഗൗരി അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി. വാതിലടച്ചിട്ടില്ല ഹരിയേട്ടാ, അമ്മയും ഇതൊക്കെ ഉണ്ട് അവിടെ. ഓ, അപ്പോൾ വാതിലടച്ചിട്ടാണേ കുഴപ്പമില്ലല്ലേ. അവളിലേക്ക് മുഖം താഴ്ത്തി അവൻ കളിയാക്കി ചോദിക്കെ അവളും ചിരിച്ചുപോയി. കിൻഡർ ജോയ് വേണ്ടേ? ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തവൻ. കൊണ്ടുവന്നിട്ടുണ്ടോ? അവളുടെ കണ്ണുകൾ വിടരുന്നത് കാണെ ഹരിയുടെ ചുണ്ട് വിരിഞ്ഞു. മേശയിലെ കവറിൽ നിന്നെടുത്ത് അവൾക്ക് നീട്ടെ പെണ്ണ് അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. രണ്ടെണ്ണോ? രണ്ടും നിനക്കാ. വിടർന്ന ആ കവളിൽ മുത്തമിട്ടവൻ. അത് രണ്ടും വാങ്ങി ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി ഗൗരി. ഹരി ചിരിയോടെ കണ്ണുകളിറുക്കെ അടച്ചു തുറന്നു. അത്രയ്ക്ക് ഇഷ്ടമാണോ? ഒന്നോ രണ്ടോ അത്രേ കഴിച്ചിട്ടുള്ളൂ ഞാൻ. പക്ഷേ ഒത്തിരി ഇഷ്ടമാണ്. മുത്തശ്ശി കഴിക്കാൻ സമ്മതിക്കില്ല. ഒരിക്കൽ ശ്രീയേട്ടൻ കൊണ്ടുവന്ന് തന്നപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തിരുന്നു. അതിൽ പിന്നെ കഴിച്ചിട്ടില്ല. അവളുടെ ശബ്ദം നേർത്തു. ഹരി അവളെ നെഞ്ചിലേക്ക് അടക്കി ബെഡിലിരുന്നു. കഴിച്ചോ പറയുന്നതിനൊപ്പം ഒരുപാട് തവണ അവൻ്റെ ചുണ്ട് അവളുടെ കവളിലും നെറ്റിയിലും പതിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചൂടിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് അവൾ ആ മധുരം കഴിച്ചു. ഹരിയേട്ടന് വേണ്ടേ? ക്രീം വിരൽ കൊണ്ട് നുണഞ്ഞുകൊണ്ട് ഗൗരി അവനെ നോക്കി. ഹരി കണ്ണിറക്കിയൊന്ന് ചിരിച്ചു. പിന്നെ അവളുടെ ആ വിരൽ വായിലേക്കിട്ട് നുണഞ്ഞു. ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി ഗൗരി. ശരീരത്തിലൂടെ മിന്നൽ പാഞ്ഞ പോലെ അവളൊന്ന് കുടുക്കി. അവൻ്റെ ഉമ്മുനീരിൻ്റെ ചൂട്, നാവിൻ്റെ ഇഴച്ചിൽ, എല്ലാം കൂടെ അവളാകെ തളർന്നു. വിയർപ്പുകൾ പൊടിഞ്ഞു. ഹരിയേട്ടാ, വിറയലോടെ വിളിച്ചതും ആ ചുണ്ടുകൾ ഒന്നാകെ വായിലാക്കിയിരുന്നു ഹരി. അവനെ അള്ളിപ്പിടിച്ച് വിറയലോടെ ഇരുന്നു പോയി ഗൗരി. കൈകൾ കൂപ്പി കാര്യമായി പ്രാർത്ഥിക്കുന്നവളെ ഹരി കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുറച്ചു സമയം പെണ്ണിൻ്റെ പ്രാർത്ഥന കണ്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താണാവോ ഇത്രയും പറയാനുള്ളത്. അവൻ മെല്ലെ തോളുകൊണ്ട് അവളുടെ തോളിലൊന്ന് തട്ടിയതും ഗൗരി ഞെട്ടി കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. അതിനിടയിലും നോക്കി പുഞ്ചിരിക്കുന്നവളെ സംശയത്തോടെ നോക്കിയവൻ. എന്തിനാ? ഒട്ടൊരു ശാസനയോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി ഹരി. സന്തോഷം കൊണ്ട്. എന്തിനു വേണ്ടിയായാലും ഈ കണ്ണ് നിറഞ്ഞത് എനിക്ക് കാണാൻ വയ്യ കുഞ്ഞി. തുടച്ചേ. നേർത്ത ചിരിയോടെ ഗൗരി മുഖം അമർത്തി തുടച്ചതും അവളുടെ നെറ്റിത്തടത്തിൽ ഒന്ന് ചുണ്ടുരസി അടർന്നു മാറിയവൻ. വീണ്ടും കുറച്ചു നേരത്തെ സന്തോഷപ്പറച്ചിൽ കഴിഞ്ഞ് പ്രസാദവും വാങ്ങി ഹരിയുടെ കയ്യിൽ കൈ ചേർത്ത് ഗൗരി നടന്നു. തൊഴുതിറങ്ങി വന്നപ്പോൾ അജയ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കൂടെ വേറെ ഒരാളും. മുകേഷ്, നിന്നെ ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ. ഇവിടെയൊക്കെ തന്നെയുണ്ട് ഹരി. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണാൻ തന്നെയാണ് വന്നത്. കടയിൽ ചെന്നപ്പോൾ ബിബി പറഞ്ഞു അജയ് അമ്പലത്തിൽ കാണുമെന്ന്. അതാ ഇങ്ങോട്ട് വന്നത്. എന്താടാ കാര്യം? ഹരിയുടെ മുഖം ഗൗരവത്തിലായി. ഗൗരി അവരെ മാറി മാറി നോക്കിക്കൊണ്ട് ഹരിയിലേക്ക് ഒതുങ്ങി നിന്നു. ചെറിയൊരു പണിയുണ്ട്. ഒരുത്തിനെ കിടപ്പിലാക്കാനാ. ചെറിയ പണിയാ, പക്ഷേ കാശ് ചോദിച്ചത്ര കിട്ടും. എന്തു പറയുന്നു? മുകേഷ് പറയെ ഹരിയുടെ നോട്ടം പോയത് അടുത്ത് നിൽക്കുന്ന പെണ്ണിലേക്കാണ്. അവളുടെ കണ്ണ് കൂർത്തു വരുന്നുണ്ട്. കേസ് പ്രണയം തന്നെയാണ്. ചെക്കനും പെണ്ണും നല്ല നിലയിലുള്ളതും. പക്ഷെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സമ്മതമില്ല.
അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനിടയിലാണ് അവൻ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും ഒരു നടയ്ക്ക് അവൻ എടുക്കുന്നില്ല. അവളാണേ പിന്നെയും സമ്മതം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. അതാണ് അവരുടെ ആവശ്യം. ആരാ ആൾ? എവിടെയാ വീട്? അജയ് ഗൗരവത്തിൽ ചോദിച്ചു. നമ്മുടെ സ്കൂളിലെ അടുത്ത വീടുള്ള പ്രഭാകരൻ്റെ മോൻ. പെണ്ണ് വടക്കേലെയാണ്. ഇന്ന് രാത്രി തന്നെ വേണം. മറ്റന്നാളൊരു കല്യാണം. അതിനു മുമ്പ് അവനെയെങ്കിലും കിടപ്പിലാക്കണം. ഇല്ലെങ്കിൽ അവൻ പന്തലിൽ വന്ന് അവളെ വിളിച്ചിറക്കൊണ്ട് പോകുന്ന ഭീഷണി. എന്തു പറയുന്നു ഹരി? അജയ് ഹരിയെ നോക്കി. അവൻ്റെ നോട്ടം ഗൗരിയിലാണ്. അവളുടെ മുഖത്തെ ഭാവം കാണെ അജയ്ക്കും ചിരി വന്നു. ചുണ്ടു കൂർപ്പിച്ച് കണ്ണുരുട്ടി ഹരിയെ നോക്കുകയാണ്. ഞാനില്ല ജയ്. ഒട്ടൊരു നിമിഷത്തിന് ശേഷം ഗൗരിയെ തന്നെ നോക്കിക്കൊണ്ട് ഹരി പറയെ രണ്ടാളും ഒരു നിമിഷം ഞെട്ടലോടെ അവനെ നോക്കി. വല്ല പണിയും കിട്ടിയാൽ ആദ്യം ചാടി ഇറങ്ങി വരുന്ന ആളാണ്. ഇതെപ്പോൾ നന്നായി ആവോ? ഒരു നിമിഷം കൊണ്ട് പെണ്ണിൻ്റെ മുഖം തെളിയുന്നത് കണ്ടതും ചിരിയോടെ കണ്ണു വെട്ടിച്ച് ഹരി മുന്നിലുള്ളവരെ നോക്കി. തല്ലുപിടിയൊക്കെ നിർത്തി മുകേഷേ, പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യത്തിൽ. വേണേ അവളുടെ അച്ഛനോട് സംസാരിച്ച് രണ്ടാളുടെയും കല്യാണം ഞാൻ നടത്താം. പക്ഷേ പ്രണയിക്കുന്നവരെ പിരിക്കാൻ മാത്രം എന്നോട് പറയരുത്. അതിനേക്കാളും വലിയ ശാപം വേറെ ഒന്നുമില്ല. വലിയ കാര്യം പോലെ ഹരി പറയുമ്പോൾ അജയ് ചിരി അടക്കി നിന്നു. ഇതവൻ പ്രതീക്ഷിച്ചിരുന്നു.